തല ഇങ്ങോട്ട്. അയ്യോ അമ്മേ, അയ്യോ മുത്തശ്ശി, അയ്യോ 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 അമ്മേ, അയ്യോ അമ്മേ, അമ്മേ അമ്മേ, ദേ അമ്മേ തലയിട്ട് കണ്ടില്ലേ? ഇവളുടെ കൈ തല്ലി ഒടിക്കണ്ടേ? ഗാഥയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അഹങ്കാരം കാണിച്ചത് മുത്തശ്ശിയെ. ഉദേട്ടാ, നന്ദേട്ടനെ ഫോൺ ചെയ്യ്. എത്രയും പെട്ടെന്ന് വരാൻ പറ. ഇതെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. നീ അമ്മയ്ക്ക് നേരെ കയ്യൊങ്ങാറായാലടി. എനിക്ക് നേരെ ആര് നിന്നാലും ഞാൻ കൈ ഓങ്ങും. അതിന് പ്രായം സ്ഥാനൊന്നുമില്ല. ഗാഥ ശ്രീനിവാസ് അത് നോക്കാറുമില്ല. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഓടിക്കറി ഇങ്ങോട്ട് വാ. ഇവിടെ കൊലപാതകം നടക്കാൻ പോവാണ്. കൊലപാതകം. സുന്ദ്രേ, നമുക്ക് അമ്മയെ ആശുപത്രി കൊണ്ടുപോകണം. ഡീ, കൊല്ലാൻ നോക്കിയതല്ലേടി? ദേ, എന്റെ അമ്മയുടെ നെറ്റിന്ന് ചോര പൊടിയെന്ന് കണ്ടോ? കളരിക്കൽ തമ്പുരാട്ടിന്ന് നാട്ടുകാരും മുഴുവൻ വിളിക്കുന്ന ആളാ. ആ അമ്മയാ നീ കൈകാര്യം ചെയ്തത്. ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവിടെ നിർത്തിയേ ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലും. എന്താണ്ടായേ? അമ്മയും ഗാഥമോളും തമ്മില് എന്തോ പ്രശ്നമുണ്ടായി. ഗാഥമോള് അമ്മയെ പിടിച്ച് തള്ളിയോ? ആ ഏട്ടാ, ദേ അമ്മയുടെ നെറ്റി പൊട്ടി മുറിഞ്ഞ് ചോര വരുന്നത് കണ്ടില്ലേ? ദേ, ഞങ്ങള് വന്നപ്പോഴേ അമ്മ നിലത്ത് തറയിൽ കമിഴ്ന്നടിച്ച് കിടക്കുമായിരുന്നു. എന്താ കാര്യം? എന്താ സംഭവിച്ചേ? സന്ധ്യാദീപം കൊളുത്താൻ 4 തിരിയിട്ട വിളക്ക് കത്തിക്കാൻ നോക്കി. അത് ശരിയല്ല. തിരിയുടെ എണ്ണം കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ശീലങ്ങളെ നടക്കുന്നും പറഞ്ഞ് വാശി പിടിക്കുക. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആരുടെയും ശീലങ്ങൾ അനുകരിക്കാൻ വേണ്ടി ജനിച്ചവളല്ല ഞാൻ. എനിക്ക് എന്റേതായ ശീലങ്ങൾ ഉണ്ടാവില്ലേ? മുത്തശ്ശിയാണെങ്കിലേ മുത്തശ്ശിയുടെ സ്ഥാനത്തിരിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നാലേ ഞാൻ ഇനി വിട്ടു തരില്ല. എന്താടി നീ പറഞ്ഞേ? എന്റെ അമ്മ നീ എന്ത് ചെയ്യുന്നാ പറഞ്ഞേ? നീ ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവനാ ഞാൻ. എന്റെ നാവൊന്ന് ശരിക്കും പൊങ്ങിയാലുണ്ടല്ലോ. ഓ, നാവാണോ നിങ്ങളുടെയൊക്കെ അഹങ്കാരം? എന്നാലോ ഒന്ന് കാണട്ടെ. ഗാഥയെ പറയാനുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാ പറയാം. എന്നെ ചോദ്യം ചെയ്തതിനുള്ള അനുഭവമാണ് ദേ ആ കിടക്കുന്നത്. അതിനി ആര് ശ്രമിച്ചാലും ഇത് തന്നെയായിരിക്കും അനുഭവം.